ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതേ ചിക്കൻ റോസ്റ്റ് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ഇത് എങ്ങനെ ഓയിലില്ലാണ്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, ഉള്ളിലൊക്കെ നല്ല ക്രീമി ചിക്കൻ ടെക്സ്ചറിലുള്ള ഒരു ഫില്ലിങ്ങും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനിയിപ്പോൾ ബണ്ണ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നളവിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മുട്ടയിൽ കിടന്ന് ഈ പഞ്ചസാരയും ഉപ്പും ഒന്ന് മെൽറ്റാവുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ബണ്ണ് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഞാനിതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഓരോ പൊടിയുടെ ടെക്സ്ചറിനും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. എനിക്കിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു ചില്ലിൻ്റെ ബൗളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ സ്പ്രെഡാക്കിയിട്ട് ഈ കുഴച്ചെടുത്ത മാവ് ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ചൂടുള്ള സ്ഥലങ്ങളിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1.5 മണിക്കൂറെങ്കിലും സമയമെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി സ്പ്രെഡാക്കിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് പൊങ്ങി നന്നായി വരട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എല്ലില്ലാത്ത 1 കപ്പ് ചിക്കൻ നന്നായിട്ടൊന്ന് ചെറുതായൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടറിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിങ്ങാണ്. നമ്മുടെ ക്രീമിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു അടിപൊളി ഫില്ലിംഗ് ആണിത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, ഒരു 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ സവാളയും, ക്രഷ് ചെയ്ത 1 ടീസ്പൂൺ കുരുമുളകും പൊടിയും, 1 ടീസ്പൂൺ ചതച്ച മുളകും, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ സ്മെല്ല് ഒന്ന് മാറി വരണ വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചോപ്പ് ചെയ്തെടുത്ത ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പച്ച, മഞ്ഞ, ചുവപ്പ് ഈ കളറുകളെല്ലാം ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ക്യാപ്സിക്കം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഈ ക്രീമിന് ഒരു നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഒരു ടെക്സ്ചറിൽ നമ്മൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്രീമി ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ സ്ലൈസ് ചീസ് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മൊസറല്ല ചീസാണോ ചഡാറാണോ ഉള്ളത് നമുക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ബർഗർ ചീസാണുള്ളത്. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് ആണിത്. അധികം എരിവൊന്നും ഇല്ലാത്ത നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഈ ബണ്ണിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു
അടിപൊളി ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു ടേസ്റ്റിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും അതേപോലെ തന്നെ ഒറിഗാനോ 1/2 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചതച്ച മുളക് കുറച്ചുകൂടെ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ക്രീമി ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊടി ഒരു 45 മിനിറ്റിനുള്ളിൽ, അതായത് കറക്റ്റ് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ എനിക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ടൈമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 8 ബണ്ണിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. കറക്റ്റ് 8 എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിളായിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്ത് മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു 8 കഷ്ണങ്ങളാക്കി കുഴച്ച് എടുത്ത് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ കൂടെ ഞാൻ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഓരോ ബൗൾസും ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ നൈസാക്കി പരത്തരുത്, ജസ്റ്റ് ഒരു തിക്നെസ് വേണം. അപ്പോൾ ഇതേപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിങ് നിറച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ബണ്ണിന് പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്നത് ആ ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പരത്തി വെച്ച ആ ഒരു മാവിൽ ജസ്റ്റ് ഞാൻ 4 സൈഡും ഒന്ന് കട്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ റെഡിയാക്കിയത് എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റോസ് ബണ്ണിൻ്റെ രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടും. ഇതേപോലെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഓരോ ബോൾസും ഞാൻ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഓയിലൊന്നും ഇല്ലാതെ തന്നെ റംദാൻ്റെ ഡേയ്സിലാണെങ്കിൽ നമുക്ക് ഇഫ്താർ സ്നാക്സ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോസിൻ്റെ ഷേപ്പിലായതുകൊണ്ട്, റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലായതുകൊണ്ട് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എണ്ണയിലൊന്നുമല്ല പൊരിച്ചെടുക്കുന്നത്, എയർ ഫ്രയറിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാനിത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടയുടെ മഞ്ഞ ഒന്ന് ഇച്ചിരി പാലിൽ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിൽ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ബണ്ണ് നല്ല ബേക്കായി വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്ത എള്ളാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെളുത്ത എള്ളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറുത്ത എള്ളായാലും യൂസ് ചെയ്യാം. പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ കടയിൽ നിന്ന് കിട്ടുന്ന ആ ബണ്ണിൻ്റെയൊക്കെ മുകളിൽ വെളുത്ത എള്ളല്ലേ, അപ്പോൾ അതേപോലെ ഞാൻ വെളുത്ത എള്ളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാപ്സിക്കം 3 കളറുള്ളത് അതും കൂടെ ഭംഗിക്ക് ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ഓവനിലും ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. റംദാനിൻ്റെ സമയത്തൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഓയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. പക്ഷേ എനിക്കൊരു 15 മിനിറ്റിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ കളർ ചേഞ്ച് ആയിട്ട് നല്ലൊരു ഭംഗിയിൽ നമുക്കിത് റെഡിയായി
കിട്ടി. അപ്പോൾ കാണാനും അതേപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പോൾ നമുക്ക് ഫ്രൈ പാനിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല കട്ടിയായിട്ടുള്ളൊരു ഫ്രൈ പാനിൽ നമ്മൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കാണാനും നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ള ഈ ഒരു ബണ്ണ് വളരെ സോഫ്റ്റാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.